ദൈവത്തിൻ്റെ സ്വന്തം നാട്, എത്ര പറഞ്ഞാലും മതിവരാത്ത കേരളത്തിൻ്റെ വിശേഷണങ്ങളിലൊന്ന്. ലോകരാജ്യങ്ങൾക്ക് കേരളത്തെ ഓർമ്മിക്കാൻ ആകെ വേണ്ടത് ഈ പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ കാഴ്ചകൾ മാത്രമാണ്. ഒരു തരി ഭൂമിയുള്ള ഏതൊരു കേരളീയനും അതിലൊരു തെങ്ങ് നട്ട് നനച്ച് വളർത്താൻ വളരെയേറെ താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും കേരളം കണ്ടിട്ടുള്ള ഏതൊരാളിൻ്റെയും മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രത്തിൽ പ്രാമുഖ്യമുള്ളവരായി തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ്റെ രൂപം കാണാൻ കഴിയും. കേരളത്തിൻ്റെ സംസ്കാരത്തോടും ചരിത്രത്തോടും ഇഴചേർന്നതാണ് കയർ വ്യവസായം. കേരം തിങ്ങി വളർന്നതുകൊണ്ട് കേരളം എന്ന പേര് ലഭിച്ച മലയാള നാടിന് കയറുമായുള്ള ബന്ധം ലഭിക്കുന്നതും കേരവൃക്ഷത്തിൽ നിന്നാണ്. തേങ്ങയുടെ ഭക്ഷ്യയോഗ്യമല്ലാത്ത പുറംതൊണ്ടിൽ നിന്നാണ് കയർ നിർമ്മാണത്തിന് ആവശ്യമായുള്ള അസംസ്കൃത വസ്തു ലഭിക്കുന്നത്. ജലാശയങ്ങളിൽ ചീയിച്ചെടുത്ത അഴുകിയ തൊണ്ട് ഇഴപൊട്ടാതെ തല്ലിയെടുത്ത് കേരളം സുവർണ നാടിൻ്റെ ശോഭ ലോകത്തിന് കാണിച്ചു കൊടുത്തു. കയർപെരുമ കടൽ കടന്ന് വിദേശത്തുമെത്തി. എന്നാൽ ഇന്ന് കേരളത്തിലെ കയർ രംഗം ഗുരുതര പ്രതിസന്ധിയിലാണ്. നിലവിൽ കേരളത്തിൽ കയർ പിരിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും ചകിരി വരണം. ചകിരി ഉൽപ്പാദനം തമിഴ്നാടിൻ്റെ കുത്തകയായതോടെ അവർ യന്ത്രവൽകൃത കയർ ഉൽപ്പാദനത്തെക്കുറിച്ച് ചിന്തിച്ചു. കുറഞ്ഞ ഉൽപ്പാദന ചിലവിൽ അവർ കയർ നിർമ്മിച്ച് കേരളത്തിലെത്തിച്ചു. ഇത് കേരളത്തിലെ കയർ രംഗത്തും കയർ തൊഴിലാളികളുടെ ഇടയിലും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. പണ്ട് നമ്മൾ തൊണ്ട് തന്നെ ചകിരി പിരിച്ചെല്ലാം കയർ പിരിച്ചോണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പാലക്കാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ തൊണ്ട് വന്ന് നമ്മൾ അവർ കൊണ്ടുത്തരുമ്പോൾ എന്നാ കൊണ്ടുത്തരുന്ന നോക്കി പിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം പഴയതുപോലെ ചാർജുകളൊന്നും നമുക്കില്ല. പിന്നെ 100 പിരിച്ചാൽ 220 രൂപയുണ്ട്. നമ്മൾ കറണ്ട് വഴി പിരിക്കുന്നുണ്ട്, കറണ്ട് ചാർജ് വീട്ടുകാർക്ക് കൊടുക്കണം. പിന്നെ കിട്ടുന്ന എന്താ തുച്ഛമായ പൈസയാണ് കിട്ടുക. പിന്നെ ഒരു തൊഴിലൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നിത്യം ചെയ്യാം. ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ രാവിലെ നിന്നാൽ ഉച്ചയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, കറണ്ട് കാണിയല്ല. അങ്ങനെയുള്ള കഷ്ടപ്പെട്ടൊക്കെയാണ് പിരിക്കുന്നത്. ചകിരിയാണെങ്കിൽ വല്ലപ്പോഴും കൂടി കൊണ്ട് തരത്തുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് വരണം, വന്നാലും നമുക്ക് ചകിരി കിട്ടുന്നത്. താക്കക്കാരുടെ ഏരിയയാണ് അവർ കൊണ്ട്, അതാ ഈ പൊടിച്ചകിരിയാണ്. നല്ല ഏരിയ നമുക്ക് കിട്ടാൻ പാടും. പൊടിച്ചകിരി കൊണ്ട് തരിക, അതേപോലെ കുടഞ്ഞ് പേർക്ക് ചകിരിച്ചോറ്, പകുതിയിലേറെ ചകിരിച്ചോറ് കഷ്ടങ്ങൾ. അതെല്ലാം പേർക്ക് പിരിച്ചു വരുമ്പോൾ ഒരു 10 മണിയൊക്കെ ആകും. ചകിരി കുടഞ്ഞ് അടുക്കി പെറുക്കിയ പോലെ 10 മണിയാകും. ഇനി അങ്ങോട്ട് പിരിക്കാൻ നിന്ന് 4 നാളര ആകുമ്പോൾ പിരിക്കുന്നത്. പിന്നെ പിരിക്കാനല്ല 40 കയർ, ചിലപ്പോൾ 50 കയർ ഇതൊക്കെയാണ് പിരിക്കുന്നത്. പിന്നെ ഒരു തൊഴിലെന്നും പറഞ്ഞ് നമ്മൾ നിത്യം ഇങ്ങനെ ചെയ്യുന്നു, അതേ ഉള്ളൂ. ഇതിന് വലിയ വരുമാനമൊന്നും നോക്കിയാൽ നമുക്ക് കിട്ടാൻ കുറവാണ്. പിന്നെ നിത്യം ഒരു മാസം ആകുമ്പോൾ നമുക്ക് ഒന്നിച്ചൊരു 1500 2000 ഒക്കെ ഇങ്ങനെ ഒന്നിച്ച് കൈ കിട്ടും, അതേ ഉള്ളൂ. കയർ സംഘങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രതാപത്തിൽ പ്രവർത്തിച്ചിരുന്നതും കയർ മാറ്റ് ആൻഡ് മാറ്റിംഗ് സഹകരണ സംഘങ്ങളായിരുന്നു. കയറ്റുമതി ചെയ്യുന്ന ഉയർന്ന നിലവാരമുള്ള കയർ പായകളും കയർ തടുക്കുകളും 90% ഉൽപ്പാദിപ്പിച്ചതും ഇവിടെയായിരുന്നു. ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയാണ്, ഒരു ലേബർ സൊസൈറ്റിയാണ്. കടപ്പുറം മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഏകദേശം ഒരു 88 സ്റ്റാർട്ടായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അന്ന് 50 മേൽ തടികളും 100 മേൽ തൊഴിലാളികളും ഉണ്ടായിരുന്ന സ്ഥാപനം, 150ഓളം തൊഴിലാളികളും ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. അന്ന് കയർ ഫാക്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്.
ആ സമയത്ത് നമുക്ക് ഇത്ര തൊഴിലാളികളെയും എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കയർ വ്യവസായം എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളെ ബാധിക്കുന്ന പോലെ തന്നെയുള്ള ആ ഒരു ചെറിയ വീഴ്ചകളും പിന്നെ മെക്കനൈസേഷൻ്റെ ആ ഒരു വരുമ്പോഴത്തേക്ക് നമ്മുടെ തറികളുടെ എണ്ണം വളരെ കുറച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് വെറും 6 തറികൾ മാത്രമാണ് മാനുവലായിട്ട് ഉപയോഗിക്കുന്ന 6 തറികളും 2 ആധുനിക യന്ത്രവൽക്കരണ മെഷീനറികളാണ് നമുക്കിവിടെ ഉള്ളത്. കയറിൻ്റെ ഉൽപ്പന്നങ്ങളുടെ പായ ഐറ്റംസിനൊക്കെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വളരെ പണ്ടത്തെ രീതിയിനേക്കാളും എക്സ്പോർട്ടിങ് കുറഞ്ഞിട്ടുണ്ട്. ജൂട്ട് അതുപോലെ പോളിപ്രൊപ്പലൈൻ ഉള്ള് അതുപോലുള്ള പ്രൊഡക്റ്റുകൾക്കാണ് ഇപ്പോൾ കാർപ്പറ്റ് ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. പരമ്പരാഗതമായ കയർ വ്യവസായത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇതിനെ ഒന്ന് ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടി നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ആധുനികവൽക്കരണം കൊണ്ടുവരുന്നത്. സൊസൈറ്റികൾക്ക് ഇപ്പോൾ യന്ത്രവൽകൃത തറികൾ നൽകിക്കൊണ്ട് ഒന്നാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഐസക് സാർ കൃഷി വകുപ്പ് കയർ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ആണ് ഇതിൻ്റെ പണി വെച്ചിരുന്നത്. അതനുസരിച്ച് ഞങ്ങൾക്കും ഒരു 6 റൂമുകൾ പവർ റൂമുകൾ ഫുള്ളി ഓട്ടോമാറ്റിക് പവർ റൂമുകൾ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 നമുക്കിപ്പോൾ കിട്ടി. ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം ഞങ്ങൾക്ക് 3 ഷിഫ്റ്റുകളിലായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ കഴിഞ്ഞ മെയ്യിലാണ് ഇവിടെ പവർ യൂണിറ്റ് നമുക്ക് തുടങ്ങാൻ പറ്റിയത്. ഈ കാലയളവ് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം ഞങ്ങൾക്ക് ഏകദേശം 61,000 സ്ക്വയർ മീറ്റർ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് എക്സ്പോർട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് നമ്മൾ ജോബ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നു കയർ വ്യവസായം. ഇതോടൊപ്പം തന്നെ നമ്മളുടെ പരമ്പരാഗത നെയ്ത്ത് വ്യവസായം നമ്മുടെ മരത്തറയിലുള്ള പ്രൊഡക്ഷനും നമുക്ക് നടക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടും നമ്മളിപ്പോൾ ജിയോ ടെക്സ്റ്റൈൽസുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വലപ്പായകൾ അതാണ് നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. വേറെയുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇപ്പോൾ വളരെ കുറച്ചാണ് ഓർഡേഴ്സ് ഉള്ളത്. കൂടുതലും പായയിൽ നിന്ന് കയർ ഉൽപ്പന്നങ്ങൾ കൂടുതലും ബ്രഷ് മാറ്റിലേക്കും ടഫിങ് മാറ്റിലേക്കൊക്കെയാണ് പോകുന്നത്. കയർ കൂടുതലായിട്ട് പോകുന്നത്. പായയുടെ എക്സ്പോർട്ടിങ് വളരെ കുറവാണ്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് പറയാം, ഈ കാർപ്പറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നല്ലൊരു പ്രൊട്ടക്ഷനുള്ള ഒരു വ്യവസായം തന്നെയാണ്. മെക്കനൈസേഷൻ വരുമ്പോഴത്തേക്ക് ആ തൊഴിലാളികളുടെ ആ ഒരു പഴയ രീതിയിലുള്ള തൊഴിലാളികൾക്കുള്ള, അതായത് ചെറുകിട ഉൽപ്പാദകർക്ക് ചെറുതായി നല്ല രീതിയിൽ തന്നെ ക്ഷീണം വന്നിട്ടുണ്ട്. കാര്യം പ്രൊഡക്ഷൻ ക്രമാനുഗതമായി മെക്കനൈസേഷൻ ആകുമ്പോഴത്തേക്കുള്ള ആ വർധനവ് അത് താഴെ നമ്മുടെ ചെറുകിട ഉൽപ്പാദനം ബാധിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കിവിടെ തൊഴിലവസരങ്ങൾ തന്നെ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഒരു 6 രൂപ കുറഞ്ഞതിൽ 2 രൂപ കിട്ടിയിട്ടുള്ളൂ. 6 രൂപ കൂടി നമുക്ക് ആവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഇതിനകത്തൊരു 50ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് പവർ ലൂം യൂണിറ്റിന് മാത്രം. നമ്മുടെ കരപ്പുറം ഞങ്ങളുടെ സൊസൈറ്റിയിൽ മൊത്തം ഞങ്ങൾക്ക് ഏകദേശം 20ഓളം തൊഴിലാളികളുണ്ട്. ഇതിനകത്ത് പവർ ലൂമിൽ ഇപ്പോൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ലൂമുകളിലേക്ക് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ഏകദേശം 10-100 മേലുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ കയർ മേഖലയിൽ സ്ത്രീകളടക്കം പട്ടിണിക്കൂലിക്ക് പണിയെടുക്കുന്നത് ജീവൻ നിലനിർത്താൻ മാത്രമാണ്. ഒരു നേട്ടവും അവർക്കില്ല. ദുരിതവും രോഗങ്ങളും ഇല്ലായ്മകളും മാത്രമാണ് സമ്പാദ്യം. എങ്കിലും ആയിരങ്ങളെ പട്ടിണിക്കിടാതെ കാക്കുന്ന മേഖലയാണിത്. അവർക്ക് ജോലിയും കൂലിയും ഉറപ്പാക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അതേ മാതൃകയിലോ ഒരു പദ്ധതി സർക്കാർ നടപ്പാക്കിയാൽ തന്നെ തൊഴിൽ ദിനങ്ങൾ കൂടും. ഒട്ടേറെ വീടുകളിൽ അടുപ്പ് പുകയും. നിരാശാബാധിതർക്ക് തൂങ്ങിമരിക്കുവാനുള്ള അസംസ്കൃത വസ്തു മാത്രമാകരുത് കയർ. അത് കേരളത്തിലെ അനേകായിരങ്ങൾക്ക് അതിജീവിക്കുവാനുള്ള പിടിവള്ളിയാകണം.